ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദേവുട്ടീനെ കുത്തിവെച്ചു. ദേവുട്ടിയുടെ 4ാമത്തെ പ്രസവം കഴിഞ്ഞു. ഇത് 5ാമത്തെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുത്തിവെക്കണത്. അപ്പോൾ കുത്തിവെക്കാൻ നോക്കുമ്പോൾ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് വില കൂടിയ സമം മേടിച്ച് വെക്കാം. നല്ല സമനായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല കുട്ടികളെ കിട്ടുമല്ലോ. പിന്നെ ദേവുട്ടിയാണെങ്കിൽ പശുക്കുട്ടികളെയാണ് അധികം പ്രസവിച്ചിട്ടുള്ളത്. 3 പശുക്കുട്ടീനെയും 1 മൂരിക്കുട്ടനെയാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പശുക്കുട്ടി ഉണ്ടാവണം ചെയ്യാൻ നല്ല സൈസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഗൾഫിലാണ് ആ കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ നന്നായിട്ട് കുത്തിവെക്കാൻ പറ്റും. അപ്പോൾ ആൾ ഇങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട്, വീട്ടിലെ പശുക്കളുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിവെക്കണ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കി. പക്ഷേ ആൾ കുറച്ച് വഴി അകലെയാണ്. ഞാൻ വിളിച്ചപ്പോൾ ആൾക്ക് വരാനായിട്ട് സൗകര്യക്കുറവാണ്, കുറച്ച് വഴി അകലല്ലേ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്നും വിളിക്കണ പറവട്ടാനി സബ് സെൻറ്ററിലത്തെ ബിജു സാറിന് തന്നെ വിളിച്ചു. അപ്പോൾ ആളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ HF ആണ്, നമ്മുടെ HF പശുവിന് കുത്തിവെക്കാനാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് ഒരു ഗീറിനെ പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി ഉണ്ടാവട്ടെ എന്നുള്ളൊരിതിൽ. അപ്പോൾ നമ്മുടെ വലിയോളെ എപ്പോൾ കുത്തിവെച്ചിട്ട് നമുക്കൊരു പശുക്കുട്ടീനെ കിട്ടിയിട്ടില്ല. 2 മൂരിക്കുട്ടന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദേവുട്ടിക്ക് നല്ല 2 കുട്ടികളാണ് പശുക്കുട്ടികളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. പിന്നെ കല്യാണിക്കുട്ടിക്ക് ഇപ്പോൾ 4 മാസമായിട്ടുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു കേട്ടോ ദേവുട്ടി. അപ്പോൾ ഇവരെ കുത്തിവെക്കാനായിട്ട് ആളെ വിളിച്ചപ്പോൾ എന്തായാലും എങ്ങനെ കുത്തിവെക്കാൻ നമ്മൾ ദേവുട്ടീനെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ദേവുട്ടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ ഏറ്റവും നല്ല പശു തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദേവുട്ടീനെയാണ്. കാരണം അവളെ കറക്കാനായിക്കോട്ടെ, തീറ്റ എടുക്കാനായാലും, ഇപ്പോൾ ബാക്കി വെച്ച പുല്ലും വൈക്കോലും ഒക്കെ അവളെ തിന്നും. ഒന്നിനുമില്ല, ഒരു പ്രശ്നമില്ലാത്തൊരു പശുവാണ്. എനിക്ക് അവളെ കറക്കാന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ്. മറ്റു പശുക്കളുടെ പോലെയൊന്നുമല്ല, ഒരു ബുദ്ധിമുട്ടില്ല കറക്കാനായാലും ഒന്നിനും. അത്രയും നല്ല ഒരു പശുവാണ്. പാലും അതെ, നമുക്ക് നല്ല പോലെ പാല് കിട്ടാറുണ്ട്. അവളുടെ കറവ് നിർത്താൻ മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞോളുടെ കറവ് വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും കുറുമ്പത്തിയും വാശിക്കാരിയും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞോള്. നല്ല പശുവാണ്, നല്ല സ്നേഹമാണ്, നല്ല പോലെ പാലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് കുറേ വാശികളൊക്കെ ഉണ്ട്. ചില മണങ്ങൾ നോക്കിയിട്ട് അവൾക്ക് കാൽസ്യം ടോണിക് ഒഴിച്ചു കൊടുത്താൽ ദേഷ്യമാണ്. അങ്ങനെ കുറേ പിടിവാശികളൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അവളുടെ ഒരു വാശികളിലൊന്നാണ് അവൾക്കടുത്ത് കുഞ്ഞിന് കെട്ടിയാൽ മാത്രമേ അവൾ പാല് ചുരത്തുള്ളൂ. അത് അവളുടെ നമ്മൾ എന്ത് ചെയ്താലും 22 വർഷം ഞങ്ങൾ പശുക്കളെ വളർത്തി തുടങ്ങിയിട്ട് ഞാൻ ഇവിടെയുള്ള പശുക്കളൊന്നും കുട്ടികളെ നിർത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ വലിയോളെ കറക്കുന്നുണ്ട്, ചക്കരേനെ, ദേവുട്ടീനെ, കിങ്ങിണി മോളെ, ഇവരാരെയും കറക്കാനായിട്ട് നമുക്ക് കുട്ടീനടുത്ത് വേണ്ട. കുട്ടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി, അവർക്കത് വിഷയമല്ല. പക്ഷേ എൻ്റെ കുഞ്ഞോളുടെ അടുത്ത് അങ്ങനെയൊന്നും നടക്കില്ല കാര്യം. കുട്ടീനെ അടുത്ത് നിർത്തി ആ കുട്ടിയോട് കുത്തുകൂടി അങ്ങനെ നിൽക്കണം. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ കുട്ടിയാണത്. ഒരു മൂരിക്കുട്ടനാണ്, നമ്മുടെ പൊന്നൻ എന്നാണ് ഞാൻ പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മേലിങ്ങനെ തല വെച്ച് അവനെ കുത്തി അങ്ങനെ നിൽക്കണം. ഇതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യത്തെ മൂരിക്കുട്ടൻ ഇതുപോലെ, കഴിഞ്ഞ പ്രാവശ്യങ്ങൾക്ക് മൂരിക്കുട്ടനാണ് ഉണ്ടായത്. മൂരിക്കുട്ടനെ നമ്മൾ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. കൊണ്ടുപോയ ആൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് മാത്രം അവൾ ചുരത്തി കറന്നുള്ളൂ. ഒരു പ്രാവശ്യം കുട്ടി ചത്തുപോയിണ്ടായിരുന്നു പ്രസവത്തിൽ. ആ പ്രസവത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, കറക്കാനൊന്നും കുഴപ്പമുണ്ടായില്ല. കഴിഞ്ഞ പ്രസവത്തിൽ ഇതുപോലെ ചേട്ടൻ്റെ ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ അമ്മൽ വന്ന് കറന്നപ്പോൾ കാല് കെട്ടി കറന്നോടുകൂടി അവൾ അതൊരു ശീലാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രസവത്തിന് കറവ് മുഴുവൻ നമ്മൾ കാല് കെട്ടിയിട്ടാണ് അവളെ കറന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രസവത്തിന് പിന്നെ അങ്ങനെ കാല് കെട്ടണ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല പാല് കിട്ടിയിട്ട് നമുക്ക് പ്രസവിച്ച വഴിക്ക് 15-16 ലിറ്റർ പാല് കാലത്ത് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പശുവൊക്കെയാണ്. പക്ഷേ ഇതുപോലെ അപ്പോൾ ഞാൻ വിചാരിക്കും മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ ഓരോരോ തരം സ്വഭാവമുള്ളവർ. അവളെ സംബന്ധിച്ച് ഇപ്പം അവളുടെ കുട്ടീനെ മൂരിക്കുട്ടനെ ചോദിക്കുന്നുണ്ട് പലരും വരുമ്പോൾ, മൂരിക്കുട്ടനെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇനി അവളുടെ കറവ് നിർത്താണ്ട് അവളുടെ കുട്ടീനെ കൊടുക്കാനായിട്ട് പറ്റില്ല. അത് അവളത് സമ്മതിക്കില്ല. അവളെ എന്ത് ചെയ്താൽ അവളത് ചുരത്തിൽ തീറ്റ വെച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ. എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവൾക്ക് അവളുടെ മോനായിട്ട് ആ മോൻ്റെ ഒരു കഷ്ടപ്പാടാണ്. പാല് കുടിക്കണമില്ല എന്നാൽ അടുത്ത് നിന്ന് അവൾ കുത്തും ചെയ്യുക. അതിനെ ചിലപ്പോൾ അതവിടെ കെടുക്കും. അങ്ങനെയൊക്കെയാണ് ഓരോ കുറുമ്പുകളാണ് നമ്മുടെ
കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അവളുടെ മതി ശരിയല്ല. അപ്പോൾ ഇനി അടുത്ത മതി ഉണ്ടാകുമ്പോൾ നമുക്ക് ഗർഭപാത്രമൊക്കെ കഴുകിയിട്ട് വേണം കുത്തിവെക്കാനായിട്ട്. എന്തായാലും കിങ്ങിണി മോൾ പ്രസവിക്കണ വരെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. കിങ്ങിണി മോൾക്ക് 7 മാസമായിട്ടുണ്ട്. അപ്പോൾ കിങ്ങിണി മോൾ പ്രസവിക്കണ വരെ അവൾ അവിടെ നിൽക്കട്ടെ. ചക്കരേനെയും ഇവരൊക്കെ ഒന്നും കൊടുക്കണം. പക്ഷേ ഇപ്പം തന്നെ കൊടുത്താൽ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് പാലിന് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പലരും പശുക്കളെയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണം എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആരാ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെയാണ് കറക്കുക, ബക്കറ്റ് ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കറക്കുക. കറന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല, നമുക്ക് എങ്ങനെ വേണേൽ കറക്കാം. അത് അവളെ കറക്കാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുഖമാണെന്ന് പറയും. ഞാനീ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവരുന്ന പശുക്കളെയൊന്നും കറക്കാൻ ശ്രദ്ധിക്കാറില്ല. ചേട്ടൻ ഇല്ലാത്ത ദിവസം കറക്കും എന്നല്ലാതെ എനിക്കിഷ്ടം നമ്മുടെ വീട്ടിലുണ്ടായ പശുക്കുട്ടികൾ അവരെ വളർത്തി വലുതാക്കി അവരെ കറക്കുമ്പോഴാണ് എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റും. അവരെ പുറമെന്ന് വാങ്ങിയതാണല്ലോ. കാര്യം ഇപ്പോൾ 3-4 വർഷമായി നമ്മുടെ വീട്ടിലുണ്ട്. എന്നിരുന്നാലും എനിക്ക് അവരോടുള്ള ആ ഒരു പേടി കൂടുതലാണ്. ഞാൻ അവളെ കെട്ടിപ്പിടിക്കും, കടിക്കും, ഉമ്മയ്ക്കും ഒക്കെ ചെയ്യും. ഈ വീട്ടിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കാൻ പറ്റിയൊരു പശു അവളാണ്. ഞാൻ അവളെയാണ് എപ്പോഴും അടുത്ത് ചെന്ന് കൊഞ്ചിക്കലും സ്നേഹിക്കലും ഒക്കെ ചെയ്യാട്ടാ. പക്ഷേ കറക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചാണകം എടുക്കാൻ വരുന്നവർ നമ്മുടെ ചക്കരേരെ മോനെയും മറ്റേ കല്യാണിക്കുട്ടീനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ വളർത്താൻ കൊണ്ടുപോകാൻ, എന്നിട്ട് പിന്നെ കല്യാണിക്കുട്ടി വലുതാകുമ്പോൾ തിരിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. അവിടെ വൈക്കോല് ശേഖരിച്ച് വെച്ചൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട്. അപ്പോൾ നമ്മുടെ വൈക്കോലൊക്കെ ഡ്രസ്സ് അടിച്ചു കൊടുത്ത് ശേഖരിച്ച് വെച്ചേക്കണതാട്ടത് 130 രൂപയ്ക്ക് കിട്ടി. നമുക്ക് 300 കന്ന് വൈക്കോലാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. വൈക്കോല് ഒരു കെട്ടൊക്കെയാണ് നമുക്ക് ഒരു ദിവസം വേണം. ഇപ്പോൾ കായത്തൊലി പണി ഭയങ്കര കുറവാണ്, ഒരുപാട് വൈക്കോല്. അവർക്കാണെങ്കിൽ എപ്പോഴും വിശപ്പാണ്, എത്ര ഇട്ട് കൊടുത്താലും തിന്നോളും. അപ്പോൾ വൈക്കോലൊക്കെ നല്ല പോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈലേജ് മേടിക്കേണ്ടി വരും വൈക്കോല് കഴിയുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മാവാണ് കേട്ടോ, നല്ലൊരു മൂവാണ്ട മാവാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ മൂവാണ്ട മാങ്ങ ചക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വർഷം കുറേ മൂവാണ്ട മാങ്ങ ഉണ്ടായിട്ടാ, നല്ല രസമുള്ള മൂവാണ്ട മാങ്ങ ഉണ്ടായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാങ്ങയായാലും ചക്കയായാലും പച്ചക്കറി ആയാലും ഒക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട്. പശുക്കളുടെ മൂത്രവും ചാണകമൊക്കെ വളപ്പിൽ എപ്പോഴും കൊണ്ടുവരുന്ന കാരണം ഒന്ന് പറയും എല്ലാവരും കാണുന്നവരൊക്കെ, നിങ്ങളുടെ വീട്ടിലെല്ലാം നന്നായിട്ട് ഉണ്ടാവുന്നത് വളം ഉണ്ടായത് കൊണ്ടാണ്. വളം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, നമുക്കത് വെക്കാനൊക്കെ ഉള്ള ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ കൃഷിഭവനിലൊക്കെ പോയിട്ട് പറയാറുണ്ട്, കൃഷി ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ചാണകവും ഗോമൂത്രമൊക്കെ തരാമെന്നൊക്കെ. പക്ഷെ ആരും വരാറില്ല. എല്ലാവരും പറയും നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് കാണുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വീട്ടിലത്തെ വളം കൊണ്ടാണ്. പക്ഷെ അത് വളം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ വളം ഇട്ട് കൊടുത്ത് അവരെ പരിപാലിപ്പിച്ച് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിയറ്റ്നാം മെർലി പ്ലാവാണിത്, 2.5 വർഷം ആവണേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞു പ്ലാവാണ്, കുത്തു കൊടുത്തിട്ടൊക്കെയാണ് നിർത്തിയേക്കണത് തന്നെ. അപ്പോൾ ആ പ്ലാവുമ്പോൾ ഇപ്പോൾ 2 ചക്കയുണ്ട്. അതും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ചിലരൊക്കെ പറയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണം പ്ലാവുമ്പോഴത്തെ ചക്കയ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല. അത് പക്ഷെ നമ്മുടെ വീട്ടിൽ 4 പ്ലാവ് ഉണ്ടായിരത്തെ 3 പ്ലാവുമ്പോഴും ചക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല ചക്കയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ല റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ വീട് കുറ്റിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു പ്ലാവോ മാവോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മളൊരു സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ ഷർട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കണ ഒരു പോലെ ആവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായി മറ്റുള്ളവരെ കൃഷി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.